എന്നെ അവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേൾക്കാത്ത കാര്യം വരെ എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ക്ഷമിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങ് ക്ഷമിക്കാനും പറ്റത്തില്ല. ഞാൻ ഇതിന് പ്രതികാരം കൊടുക്കും എന്ന് പറയുന്നവർക്ക് ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തായിഫിലേക്ക് പോകുന്ന നേരത്ത് റസൂലുള്ള ദഅവത്തിന് വേണ്ടിയും ഒരുപാട് നന്മ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരുന്നു അവിടെ പോയിരുന്നത്. എന്നാൽ അവിടുത്തെ ജനങ്ങൾ റസൂലിനോട് പ്രതികരിച്ചത് ആ രൂപത്തിലല്ലായിരുന്നു. ഒരുപാട് പീഡനങ്ങളും കല്ലുവാരി എറിഞ്ഞു പ്രവാചകനെ അവിടെ നിന്നും ആട്ടിയൊട്ടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിടത്ത് പോയിരുന്നു. വിഷമം കൊണ്ട് സഹിക്കാൻ വയ്യ, അത്രമാത്രം വേദനിപ്പിച്ചു പ്രവാചകനെ. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നു, അല്ല റസൂലെ, തങ്ങൾ ഒരു അനുവാദം നൽകിയാൽ ഞാൻ ഈ 2 മലകൾ കൊണ്ട് തായിഫ് എന്ന നാടിനെയും ഈ ജനങ്ങളെ എല്ലാം ഞാൻ നശിപ്പിച്ച് കളയാം റസൂലെ എന്ന് പറഞ്ഞപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതിൽ നിന്നും അവരെ സന്താന പരമ്പരയിൽ നിന്നും ഏതെങ്കിലും ഒരു കുഞ്ഞ് അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് അള്ളാഹുവിലേക്ക് അവൻ അടുത്താൽ അതല്ലേ ഏറ്റവും ഉത്തമം എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞത്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദരവായ റസൂലുള്ള അള്ളാഹുവിനോട് ചോദിച്ച റസൂലിന് എന്തും കിട്ടുമായിരുന്നു. പക്ഷെ റസൂൽ അവിടെ വെച്ച് ചോദിച്ചില്ല. റസൂൽ അത് നല്ല രീതിയിൽ ക്ഷമിച്ചിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു അവസരമായിരുന്നു, ഒരു സമയമായിരുന്നു നമുക്ക് ആ ചരിത്രത്തിലൂടെ പഠിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ നമ്മളെ കുറ്റം പറഞ്ഞാലും ആരൊക്കെ അവഗണിച്ചാലും നമ്മൾ നമ്മളായിട്ടിരിക്കുക, ഈമാൻ ഉറപ്പിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് അർപ്പിക്കുക. എന്റെ റബ്ബേ, നീയല്ലേ എന്നെ കാണുന്നത്, എന്നെ നോവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞ് ആ അള്ളാഹുവിനോട് കുറച്ചൊന്ന് സംസാരിക്ക്. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനത്തിൽ ഈ സാധുക്കളായ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.